ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നമ്മുടെ സ്ഥലം വരെ പോയിരിക്കുന്നത്, വേറെ എവിടെയല്ല കേട്ടോ. എൻ്റെ അമ്മയുടെ വീട്ടിലേക്കാണ് ഞാൻ പോയിട്ടുള്ളത്. ഇന്ന് അവിടെ ഉത്സവമാണ്, അപ്പോൾ ഉത്സവത്തിന് വേണ്ടി പോയതാണ്. കല്യാണം കഴിഞ്ഞതിന് ശേഷം ആകുന്നു 2-3 പ്രാവശ്യം ഞാൻ പോയിട്ടുള്ളൂ. ഏകദേശം അങ്ങനെ പോയിട്ടില്ല. ഒന്നാമത്തെ കാര്യം ചെറിയ കുട്ടികളായിട്ട് പോകാൻ വലിയ ബുദ്ധിമുട്ടും അങ്ങനെ, പിന്നെ ഓരോരോ കാരണങ്ങൾ കൊണ്ട് അമ്പലത്തിലെ ഉത്സവമല്ലേ, നമുക്ക് എത്തിപ്പെടാൻ പറ്റില്ല, അങ്ങനെയൊക്കെയാണ്. അപ്പം അങ്ങനെ ഇന്നിപ്പോൾ എന്തായാലും ഈ പ്രാവശ്യം പോകണമെന്ന് മനസ്സിലാദ്യം കൂട്ടി തീരുമാനിച്ചിരുന്നു. അപ്പം ഞാൻ അതിന് വേണ്ടി പോയി. അങ്ങനെ അവിടെ എത്തിയ സമയത്ത് രാവിലെ ഞാനൊരു 10 മണിയായപ്പോൾ എത്തിക്കഴിഞ്ഞു. പിന്നെ ആ സമയത്ത് അവിടെ പ്രതിഷ്ഠയായിരുന്നു കേട്ടോ, പിന്നെ പ്രതിഷ്ഠയായിരുന്നു. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എനിക്കിവിടെ എത്തുമ്പോൾ എപ്പോഴും ഉള്ള ഓർമ്മ, ചെറിയ കുട്ടിയാകുമ്പോൾ എന്നും ഞാൻ അമ്മയുടെ വീട്ടിൽ പോകണം എന്ന് പറഞ്ഞിട്ട് ചെറുപ്പത്തിൽ വാശി പിടിച്ച് കയറി സ്കൂളിൽ കൂട്ടാൻ വേണ്ടി കാത്തിരിക്കും നമ്മുടെ വീട്ടിൽ പോകാൻ. ഇന്നും ഞങ്ങൾ ഈ അമ്പലത്തിൻ്റെ മുമ്പിലായിരുന്നു നമ്മൾ കളിച്ചിരുന്നത്. ഇന്നും ഈ അമ്പലത്തിൻ്റെ മുമ്പിലായിരുന്നു കഞ്ഞിയും കറിയും വെച്ച് കളിക്കുക. പിന്നെ അതിനടുത്തൊരു പുളിമരമുണ്ട്, ആ പുളിമരത്തിൻ്റെ ചുവട്ടിൽ എപ്പോഴും ഇരിക്കും. അവിടെ ആ പുളിയില കൊണ്ട് കറി ഉണ്ടാക്കുക, ചോറുണ്ടാക്കുക, ഇങ്ങനെയുള്ള കളികളൊക്കെ കളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അത് അവിടെ ചെല്ലുമ്പോൾ എനിക്കത് ഒരു ഓർമ്മയാണ്, ആ പഴയ അമ്പലം. ഇപ്പം ആ അമ്പലം ഒന്നുമല്ല, അപ്പോൾ അതൊക്കെ മാറ്റി പിന്നെ അമ്പലമൊക്കെ കുറേയൊക്കെ നേരാക്കി 2 വലിയ വാതിലും അറയൊക്കെ ഉള്ള വലിയ അമ്പലമാക്കി എടുത്തു കേട്ടോ. അപ്പോൾ ഞാനവിടെ ചെന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ പ്രതിഷ്ഠ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു, പുനഃപ്രതിഷ്ഠയായിരുന്നു. അപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് രാവിലെ. അപ്പോൾ അവിടെ വന്ന് 2 കൊട്ടൊക്കെ കൊണ്ട് കേട്ടപ്പോൾ തൊട്ടിട്ട് എൻ്റെ മോന് തുടങ്ങി ചെണ്ട കൊട്ടുന്നിടത്ത് എത്തിയ പിന്നെ അവന് ഭയങ്കര കളിയാണ്. അപ്പം അനിയത്തിയുടെ കയ്യിലായിരുന്നു അവനെ കൊടുത്തിരുന്നത്. അതാണെങ്കിൽ ചെണ്ട ജസ്റ്റ് കുട്ടിയാൽ മതി, അവൻ കളിക്കാൻ തുടങ്ങും. കണ്ട കൈ കൊണ്ട് നല്ലോണം കാട്ടിക്കൊണ്ടിരിക്കുക. അവിടെ ഇരിക്കില്ല, ഭയങ്കര ഇഷ്ടമാണ് ചെണ്ട, കാള, വേല, പൂരം. അതിനോട് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. ഫോണിലാണെങ്കിലും എന്നോട് പറയുക, അമ്മ കാള വയ്ക്കുക, വാള വയ്ക്കുന്ന പറയുക. ചില കുട്ടികൾ കാർട്ടൂണൊക്കെ കാണാനുള്ള ഇഷ്ടപ്പെടുക. ഇവ നേരെ തിരിച്ചാണ്, കാള, വേല, പൂരം. അതാണ് അവന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഇരുന്ന് കണ്ടോളും ആള്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് രാവിലെ അതിൻ്റെ ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞു. എന്നിട്ട് പിന്നെ ഉച്ച എന്ന സമയത്തൊരു പൂജയും കൂടി ഉണ്ട്, ഉച്ചപൂജ. ഉച്ചപൂജയുടെ സമയം കഴിഞ്ഞതിനോട് കൂടിയിട്ടാണ് ഉച്ചക്കത്തെ ഭക്ഷണം എല്ലാവർക്കും വേണ്ടത് കേട്ടോ. അപ്പോൾ ആദ്യത്തെ ഈ പൂജ കഴിഞ്ഞ ശേഷമുള്ള പൂജയുടെ ഒന്നും ഞാൻ വീഡിയോയിൽ എടുത്തിട്ടില്ല. കാരണം പിന്നെ എൻ്റെ മോനൊന്നും എടുക്കാൻ സമ്മതിച്ചിട്ടില്ല വീഡിയോസ് ഒന്നും. കുറേ നേരം ഭയങ്കര വാശിക്കായിരുന്നു. പിന്നെ അങ്ങനെ ഞങ്ങൾ നേരെ ഇതൊക്കെ ഉണ്ടോ, ചെണ്ട കൊട്ടി എൻ്റെ മോൻ കളിച്ചു. ഭയങ്കര ഇഷ്ടമാണ് ചെണ്ട കൊട്ടലും കളിയൊക്കെ. പിന്നെ എനിക്കും ഭയങ്കര ഇഷ്ടമാണ് ഉത്സവങ്ങളും വേലകളും ചെണ്ട കൊട്ടലൊക്കെ. അതേ ഒരു ഇതാണ് തോന്നുന്നുണ്ട് അവനും ഭയങ്കര ഇഷ്ടമാണ്. എനിക്കാൾക്ക് അത്ര വലിയ കാര്യമില്ല, എന്നാലും ഇഷ്ടമാണ്. എല്ലായിടത്തും പോകാനൊക്കെ ഇഷ്ടമാണ്. പക്ഷെ അങ്ങനെ ഇതിലൊന്നും ആസ്വദിച്ചിരിക്കാനുള്ളൊരു മനസ്സൊന്നും ഇല്ലാത്ത ആളാണ് അവന്. അതിന് ഭയങ്കര ഇഷ്ടം അങ്ങനെയൊക്കെ പോണത്. അപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഈ ചെറിയ പ്രായമായിട്ട് അതിനായിട്ട് ഞാൻ വന്നതിൻ്റെ കാരണം തന്നെ. ഞാൻ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ വരാൻ. അപ്പോൾ ഉച്ചയ്ക്കത്തെ പൂജയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാലാണ് വൈകിട്ടാണ് ഇവിടെ കലങ്കരിക്കുക കേട്ടോ. ഒരു 4 മണിയോട് കൂടിയിട്ട് കലങ്കരിക്കാനുള്ളവരൊക്കെ കുളിച്ച് റെഡിയായി വന്നിരിക്കും. എന്നിട്ടാണ് അപ്പോൾ ഇതാ എല്ലാവരും വൈകുന്നേരം റെഡി ആയിട്ടുണ്ട്. കലങ്കരിക്കാനുള്ളവരൊക്കെ അത് കലങ്കരിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ. അതിനുള്ള സഹായങ്ങൾ മറ്റുള്ളവരും ചെയ്തു കൊടുക്കുകയാണ്. എൻ്റെ അമ്മയ്ക്ക് എന്താ പറയുക, താലെടുക്കാനാട്ടോ നിന്നിട്ടുള്ളത്. ഞാൻ നിന്നിട്ടില്ലേ താലെടുക്കാൻ, കാരണം മോനെ പിടിക്കാൻ ഒരാൾ വേണം എന്നുള്ളതുകൊണ്ട് അമ്മയ്ക്ക് താലെടുത്തപ്പോൾ ഞാൻ എടുക്കാൻ പോയിട്ടില്ല. ഇനി അവരൊക്കെ വലിയ കുട്ടികളാവട്ടെ, എന്നിട്ട് വേണം അതൊക്കെ ചെയ്യാൻ. അപ്പോൾ അത് അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ഓരോരുത്തർ ചെയ്യുന്നത്. ഒരു സൈഡിലുള്ള ആൾക്കാർ അത് താലെടുക്കാനുള്ളവരാണ്, ഈ സൈഡിലുള്ളവർ അവരൊക്കെ റെഡി ആയി നിൽക്കുകയാണ്. പിന്നെ അങ്ങനെ അതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു സൈഡിൽ. പിന്നെ അവിടെ അതാ ഈ കോമരങ്ങളില്ലേ, കോമരങ്ങൾ എന്ന് പറയും, അല്ലെങ്കിൽ വെളിച്ചപ്പാട്. അവർ ഒരുങ്ങിയിട്ട് അവർ ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യും അവരുടേതായ രീതിയിൽ കേട്ടോ. അപ്പോൾ ഇതാ അവരിങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ ശേഷം നേരെ നമ്മൾ താലം എഴുന്നേൽക്കാൻ വേണ്ടി പോകും. താളം എഴുന്നേൽക്കാൻ വേണ്ടിയിട്ട് നേരെ പോകുന്നത് നമ്മളെ പടിക്കലേക്കാണ് കേട്ടോ. വീടിൻ്റെ പടിക്കലിനാണ് തുടങ്ങുന്നത്. അപ്പോൾ അവിടേക്ക് ഇതെല്ലാവരും കൂടി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ അവിടെ ചെന്നിട്ട് തിരിച്ചു വരുമ്പോഴായിരിക്കും കോമരങ്ങളുടേതായ ദർശനവും കൽപ്പനയും ഒക്കെ ഉണ്ടാവുക. അതിന് അവർ വരുന്നതോട് കൂടി ഈ കലങ്കരിച്ച് നിൽക്കുന്ന ആൾക്കാരും അവരുടെ കൂടെ അമ്പലത്തിനുള്ളിലേക്ക് കയറും കേട്ടോ. അപ്പോൾ എൻ്റെ അമ്മയും മേമയും അനിയത്തിയും
പിന്നെ മാമിൻ്റെ മക്കളും അങ്ങനെ കുറേ ആൾക്കാരുണ്ട് കേട്ടോ. അവിടെയുള്ള എല്ലാവരും താലെടുക്കാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട് എല്ലാവരും. അപ്പോൾ അവരൊക്കെ ഞാൻ പോയിക്കൊണ്ടിരിക്കുക. മാമന്മാരും മാമന്മാരുടെ മക്കളും ഒക്കെ റെഡി ആയിട്ടുണ്ട്. അവരൊക്കെ താലെടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ താല എഴുന്നള്ളിക്ക് എനിക്ക് എടുത്തു പോയി എടുക്കാൻ പറ്റിയില്ല. കാരണം മോനെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അതിന് ഒന്നിനെ സമ്മതിക്കുന്നുണ്ടായിരുന്നല്ലോ കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ കുറച്ച് ദൂരത്തുനിന്നെങ്കിലും എടുക്കാം, നിങ്ങൾക്ക് കാണിച്ചു തരാമല്ലോ എന്ന് കരുതിയിട്ട് എടുത്തതാണ് കേട്ടോ. അത് എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. കാരണം എനിക്കത് പോകാൻ പറ്റാത്ത സിറ്റുവേഷനായിരുന്നു, അവൻ സമ്മതിക്കാത്തത് കൊണ്ട്. അപ്പം ഞാൻ സൂമാക്കിയിട്ടൊക്കെ എടുത്തിട്ടുള്ളത്. അങ്ങനെ ഞാനത് അവർ വരുന്നവരെ ഞാനവിടെ കുറേ നേരം നിന്നിട്ടോ. അതിന് എത്താൻ കുറച്ച് സമയം എടുക്കും. സംഭവം കുറച്ച് ദൂരം ഉണ്ടെങ്കിലും അവരവിടെ നിന്ന് കണ്ടെത്തണമെങ്കിൽ കുറച്ച് നേരത്തെ പണിയുണ്ട്. അങ്ങനെ താലം എഴുന്നള്ളിച്ചിട്ട് ഇവിടെ എത്തുമ്പോഴേക്കും ചില ആളുകൾക്കൊക്കെ ദർശനം വന്ന് തുടങ്ങും. ചില ആൾക്കാർക്കൊക്കെ ദർശനം വരും, ചില ആളുകൾക്ക് കൽപ്പന വരും, കൽപ്പിക്കാൻ തുടങ്ങും. അങ്ങനെയൊക്കെ കേട്ടോ. അങ്ങനെയാണ് ഉത്സവത്തിൻ്റെ ഒരു പ്രധാന ഭാഗം കഴിയുക. ഇത് കഴിഞ്ഞിട്ടും കഴിയൊന്നുമില്ല, ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ അത് ഒരുപാട് ഇങ്ങനെ അങ്ങനെ താലം വേഗം എഴുന്നള്ളിയിട്ട് എത്താൻ തുടങ്ങിയിട്ട് പുറപ്പെട്ടു വരുന്നു. അപ്പോൾ തന്നെ ഞാൻ എന്ത് ചെയ്തു, വേഗം റോട്ടിൽ നിന്ന് പതുക്കെ സ്കൂട്ടായിട്ട് അകത്തേക്ക് പോകുന്നു കേട്ടോ. കാരണം അവരെല്ലാവരോട് വന്നു കഴിഞ്ഞാൽ അവിടെ നിൽക്കാൻ സ്ഥലം ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ പെട്ടെന്ന് അകത്തോട്ടെത്തി. അകത്ത് മീൻസ് മുറത്തോട്ടെത്തിയിട്ട് ഞാൻ അവിടെ കസേരയിൽ അവിടെ ഇരുന്നിട്ട് പറഞ്ഞു, കാശിനോട് പറഞ്ഞു നീ വീഡിയോ എടുക്കുന്നതാണ്. അങ്ങനെ കാശിയാണ് കേട്ടോ അവർ പിന്നെയുള്ള വീഡിയോ ഒക്കെ എടുത്തത്. കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ അവനെ എടുത്തു തന്നത്. മറ്റാൾക്കാണെങ്കിൽ ചൂടെടുത്തിട്ട് ഭയങ്കര കരച്ചിൽ തുടങ്ങിയിരുന്നു. പിന്നെ ദേഷ്യമാണ്, ഭയങ്കര ദേഷ്യമാണ്. നാല് ചൂടെടുത്താലൊക്കെ ഭയങ്കര ദേഷ്യമാണ്. അപ്പം ഞാൻ അവനിങ്ങനെ ചെറുതായി വീശി കൊടുത്ത് അവിടെ നിന്ന്. പിന്നെ അവരൊക്കെ വന്നപ്പോൾ എല്ലാവരും വീട്ട്. അപ്പോൾ പിന്നെ ഞാൻ തന്നെ പിന്നെ ഫോൺ മേടിച്ചിട്ട് ഞാൻ വീഡിയോ എടുത്തിട്ടാണ്. ഈ കൊട്ടുണ്ടല്ലോ, ഈ കൊട്ടിനെ പറ്റി പറയാതിരിക്കാൻ പറ്റില്ല. ഭയങ്കര പവർഫുള്ളാണ് ഈ കൊട്ട് കേട്ടോ. നമ്മളെ മെൻ്റലി നമ്മളത് ഇങ്ങനെ അതിലേക്ക് ഇങ്ങനെ ഭയങ്കരമായിട്ട് വീഴ്ത്തിക്കളയും. ഈ ദർശനം വന്ന് നിൽക്കുന്നവരൊക്കെ അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ദർശനം വരുന്നത് കേട്ടോ, എനിക്കറിയില്ല. പക്ഷെ അത് ഭയങ്കര ഒരു പവറായിരുന്നു. ഞാൻ കുറേ നേരം ആസ്വദിച്ച് വന്നപ്പോൾ എനിക്ക് തന്നെ എന്തോ ഒരു ഫീലൊക്കെ തോന്നി. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നേരെ ഈ കലം കരിച്ചവരുണ്ടല്ലോ, താലെടുത്തവരല്ല, കലം കരിച്ചവരും താലെടുത്തവരും എല്ലാവരും നേരെ അമ്പലത്തേക്ക് കയറിയിട്ട് പിന്നെ അമ്പലം വലം വെക്കും. വലം വെച്ച് കഴിഞ്ഞിട്ട് കഴിയുമ്പോഴേക്കും ഒരുവിധം എല്ലാവർക്കും ദർശനം വന്നിട്ടുണ്ടായിരിക്കും, കൽപ്പന വന്നിട്ടുണ്ടായിരിക്കും. അതൊക്കെയാണ് പിന്നീടുള്ള കാര്യങ്ങൾ കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ രാത്രി ആകുമ്പോൾ എന്താ പറയുക, നമ്മൾ വേറെയും കർമ്മങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ട് കിടന്നുറങ്ങാനായപ്പോഴേക്കും ഒരു 3 മണിയൊക്കെ ആയിരുന്നു കേട്ടോ. അതിനിടയിൽ ഭക്ഷണം കഴിച്ചിട്ട് കുറേ ആൾക്കാരൊക്കെ പോയി. നമ്മളൊരു തവണ ഭക്ഷണം കഴിച്ചിരുന്നു. പിന്നെ രാത്രി ആകുമ്പോഴായിരുന്നു ഈ ചിക്കനൊക്കെ ഉണ്ടാക്കുക. രാത്രി നമ്മളൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിച്ചു. രാത്രി ആയിരുന്നു കേട്ടോ. അത് കഴിച്ചിട്ട് പിന്നെ അങ്ങനെ നേരെ ഒരു 3:30 ഞങ്ങളെല്ലാവരും കൂടി കിടന്നുറങ്ങാനൊക്കെ പോയപ്പോഴേക്കും പിന്നെ നേരെ വിളിച്ചപ്പോൾ തന്നെ നമ്മളെ വീട്ടിലേക്ക് പോകുന്നു. അപ്പോൾ അത്രയൊക്കെ ഉണ്ടായിരുന്നു ഉത്സവം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കരുതുന്നു.